തൃശൂർ കൊടുങ്ങല്ലൂരിലെ മിനി സിവിൽ സ്റ്റേഷനിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവശ്യ സംവിധാനങ്ങൾ നിശ്ചലമായി. ലിഫ്റ്റ് മോട്ടറും തകരാറിലായതോടെ ജീവനക്കാരും നാട്ടുകാരും ദുരിതത്തിലായി. 4 ദിവസം മുൻപാണ് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തകരാറിലായത്. ലിഫ്റ്റ് നിയന്ത്രിക്കുന്ന മുറിയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറും മുകൾ നിലയിലായതിനാൽ ഈ 2 സേവനങ്ങളും ലഭിക്കാത്ത അവസ്ഥയാണ്. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലെ ജീവനക്കാരും നാട്ടുകാരും പ്രാഥമികാവശ്യങ്ങൾക്ക് പോലും പുറത്തെ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പല ഓഫീസുകളിലായി ഭിന്നശേഷിക്കാരായ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും ഗോവണി കയറാനാകാതെ അവധിയിലാണ്. ഇവിടെ എത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തുന്നതെന്ന് ജീവനക്കാരനായ നാസർ പറയുന്നു. താലൂക്കിൽ 2-3 പ്രാവശ്യം ഞാനടക്കം പോയി പറഞ്ഞിട്ടും അവർ അനങ്ങാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. ഞാൻ 60% അംഗവികലുള്ള ആളാണ്. എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറിയില്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്ററിൽ ഒപ്പിട്ടില്ലെങ്കിൽ അപ്പോൾ ലീവ് മാർക്ക് ചെയ്യും. പിന്നെ ഒരു കണക്കിന് രാവിലെ വന്ന് കയറി താഴോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. പിന്നെയും ഭക്ഷണം കഴിച്ച് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിവിൽ സ്റ്റേഷന്റെ ചുമതലയുള്ള റവന്യൂ വിഭാഗത്തിന് വീഴ്ച പറ്റിയെന്നാണ് ആക്ഷേപം. തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും PWDയെ വിവരമറിയിക്കാൻ താലൂക്ക് ഓഫീസ് വൈകിപ്പിച്ചുവെന്നാണ് പരാതി. നിലവിൽ സിംഗിൾ ഫേസായുള്ള വൈദ്യുതി ലൈൻ 3 ഫേസ് സംവിധാനത്തിലാക്കിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് കരുതുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.